എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ വളരെ സവിശേഷമായൊരേടാണ്. അതായത് കേരളത്തിന്റെ തീരത്തേക്ക് ഇസ്ലാം മതം എങ്ങനെയെത്തി എന്നതിന്റെ കഥ. അപ്പോ ഇസ്ലാം ഇന്ത്യയിലെ എത്തിയതെങ്ങനെയാണ്? സാധാരണയായി വലിയ മതങ്ങൾ പടർന്നു പന്തലിച്ചതിനെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്നത് യുദ്ധങ്ങളുടെയും പിന്നെ അധിനിവേശങ്ങളുടെയും ഒക്കെ ചിത്രങ്ങളല്ലേ? പക്ഷേ ഇന്ത്യയുടെ ഒരറ്റത്ത്, അതായത് നമ്മുടെ കേരളത്തില് ഈ കഥയ്ക്ക് ഒരു വലിയ ട്വിസ്റ്റുണ്ട്. ഇങ്ങോട്ട് ഇസ്ലാം എത്തിയതിന്റെ ചരിത്രം തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ വാളായിരുന്നില്ല പ്രധാനം, മറിച്ച് വാക്കും വാണിജ്യവുമായിരുന്നു. അപ്പോ ശരി, നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ഈ കഥയുടെ തുടക്കം എങ്ങനെയായിരുന്നു? ഇത് തുടങ്ങിയത് പടയാളികളിലൂടെയല്ല, മറിച്ച് കടൽ കടന്നെത്തിയ കച്ചവടക്കാരിലൂടെ ആയിരുന്നു. ഓർക്കണം, 7-ാം നൂറ്റാണ്ടിലൊക്കെ, അതായത് ഒരുപാട് കാലം മുൻപേ, അറബ് വ്യാപാരികൾക്ക് മലബാർ തീരം സ്വന്തം വീടുപോലെയായിരുന്നു. എന്തിനാണവർ വന്നതെന്നോ? നമ്മുടെ കുരുമുളകിനും ഏലത്തിനും അങ്ങനെ ലോകം മുഴുവൻ കൊതിച്ച സുഗന്ധവ്യഞ്ജനങ്ങൾക്കും വേണ്ടി. അതൊരു പതിവ് കാഴ്ചയായിരുന്നു അന്ന്. അപ്പോ ഈ ചരിത്രത്തെ മുന്നോട്ട് നയിച്ചത് ഒരു യുദ്ധമായിരുന്നില്ല, മറിച്ച് സമാധാനപരമായ കച്ചവടമായിരുന്നു. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബന്ധത്തിന്റെ അടിത്തറയിട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിശ്വാസത്തിൽ കെട്ടിപ്പൊക്കിയ വ്യാപാരമാണ്. അതായിരുന്നു രണ്ട് സംസ്കാരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച ആ വലിയ പാലം. ഇനി ഈ സമാധാനപരമായ ബന്ധത്തിന് ഒരു ഐതിഹ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇതിഹാസത്തിന്റെ പിൻബലം കൂടിയുണ്ട്. നമുക്ക് ആ കഥയിലേക്കൊന്ന് പോയി വരാം. അക്കാലത്തെ കേരളം ഭരിച്ചിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു. അവരുടെ സ്ഥാനപ്പേരായിരുന്നു പെരുമാൾ എന്നത്. അങ്ങനെയുള്ളൊരു ചേരമാൻ പെരുമാൾ ഒരു രാത്രി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു അസാധാരണമായ കാഴ്ച കണ്ടുവെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതെ, ചന്ദ്രൻ രണ്ടായി പിളരുന്നത്. ഈ ഒരു അത്ഭുതത്തിന് പിന്നിൽ എന്താണ് കാരണമെന്നറിയാൻ അദ്ദേഹത്തിന് വല്ലാത്തൊരു ആകാംക്ഷയായി. ആ അന്വേഷണം അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചത് അങ്ങ് അറേബ്യയിലാണ്. അവിടെ വെച്ച് അദ്ദേഹം പ്രവാചകനെ നേരിൽ കണ്ടുവെന്നും ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നും പരമ്പരാഗതമായ വിവരണങ്ങളിൽ പറയുന്നു. ഒരുപക്ഷേ ഇതൊരു ഐതിഹ്യം മാത്രമായിരിക്കാം. പക്ഷേ ഈ കഥ നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തുടക്കം മുതലേ അറിവിനോടുള്ളൊരു താൽപ്പര്യവും അങ്ങോട്ടുമിങ്ങോട്ടും ബഹുമാനവും നിറഞ്ഞ ഒരു ബന്ധം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഇത് കാണിച്ചു തരുന്നു. അപ്പോ ഈയൊരു തുടക്കം എങ്ങനെയാണ് ഇവിടെ വേരുകളാഴ്ത്തിയ ഒരു സവിശേഷ സമൂഹമായി വളർന്നത്? നമുക്ക് നോക്കാം. ഈ ബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവുകളിലൊന്നാണ് കൊടുങ്ങല്ലൂരിലെ ചേരമാൻ ജുമാ മസ്ജിദ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇത് ബലം പ്രയോഗിച്ചു പണിതതല്ല, മറിച്ച് രാജാവിന്റെ അനുവാദത്തോടെയും ആശീർവാദത്തോടെയും നിർമ്മിച്ചതാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നായാണിതറിയപ്പെടുന്നത്. അപ്പോ എങ്ങനെയാണ് ഇസ്ലാം കേരളത്തിൽ വേരുപിടിച്ചത്? വാളുകൊണ്ടായിരുന്നില്ല, മറിച്ച് ഇവിടുത്തെ ജനങ്ങൾ ദിവസവും കണ്ടും കേട്ടും ഇടപഴകിയും അറിഞ്ഞ അറബ് വ്യാപാരികളുടെ നല്ല സ്വഭാവം കൊണ്ടായിരുന്നു. അവരുടെ സത്യസന്ധത, കച്ചവടത്തിലെ നീതി, ഇതൊക്കെ ആളുകളെ വല്ലാതെ ആകർഷിച്ചു. അങ്ങനെ നൂറ്റാണ്ടുകൾ നീണ്ട ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെയാണ് മാപ്പിളമാരെന്നൊരു സവിശേഷ സമൂഹമിവിടെ രൂപപ്പെടുന്നത്. മാപ്പിള എന്ന വാക്കിന് തന്നെ മരുമകൻ എന്നൊരർത്ഥമുണ്ട്. അതൊരു ബഹുമാന സൂചകമാണ്. അറബ് സംസ്കാരവും കേരളീയ സംസ്കാരവും ഒരുമിച്ചു ചേർന്നതിന്റെ ഏറ്റവും മനോഹരമായൊരു ഉദാഹരണമാണ് മാപ്പിള സമൂഹം. ശരി, ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. ഈ 1300 വർഷത്തെ പൈതൃകത്തിന് ഇന്ന് എന്തു പ്രസക്തിയാണുള്ളത്? നമുക്കൊന്ന് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. 1300-ലധികം വർഷങ്ങൾ. അത്രയും നീണ്ട, ഒട്ടും മുറിഞ്ഞുപോകാത്ത ഒരുമയുടെയും സഹവർത്തിത്വത്തിന്റെയും ഒരു കഥയാണിത്. ഒരു അസാധാരണമായ കഥ തന്നെ. അതിന്റെ ഫലം എന്താണെന്നല്ലേ? ഇന്ന് കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിൽ നിന്ന് ഇസ്ലാമിനെ മാറ്റി നിർത്താനേ കഴിയില്ല. അത് അത്രത്തോളം ഇഴുകിച്ചേർന്നിരിക്കുന്നു. സമാധാനപരമായ ഒരുമയുടെ ഈ ചരിത്രം സത്യത്തിൽ കേരളത്തിന്റെ സ്വത്വത്തിന്റെ തന്നെ തിളക്കമുള്ള ഒരധ്യായമാണ്. അപ്പോ അവസാനം ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരുപാട് ഭിന്നതകളും വേർതിരിവുകളും കാണുന്ന ഇന്നത്തെ ഈ ലോകത്ത് 1300 വർഷം നീണ്ടു നിൽക്കുന്ന കേരളത്തിന്റെ ഈ ഒരുമയുടെ ചരിത്രത്തിന് നമ്മൾ എന്താണ് പഠിപ്പിക്കാനുള്ളത്? يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. ഹേ മനുഷ്യരെ,
തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായും അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയന് നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു.